പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് പോകേണ്ടി വന്നു. Once again welcome back to Riju's World. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞങ്ങൾ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ പോവുക. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്തിൻ്റെ പേര്. 1 വീക്ക് മുമ്പ് തൊട്ട് പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പം നോക്കിയപ്പോൾ അന്ന് ചേച്ചിക്കും ചേട്ടനും 2 പേർക്കും ഇന്ന് അവധിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും അവധി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അവിടെ അങ്ങ് പോയേക്കാമെന്ന്. സോ ലെറ്റ്സ് ഗോ. എമ്മിയൊക്കെ അവിടെ പോകാൻ റെഡി ആയിട്ടിരിക്കും ഇപ്പോഴേ. എമ്മി പാട്ട് പാടുവാന്നോ? എവിടെ പോവാ എമ്മി? എവിടെ പോവാ? ജിബിയാൻ്റെ വീട്ടിൽ പോവാന്നോ? എമ്മിയൊക്കെ റെഡി ആയിട്ടിരിക്കുക. പിന്നെ പോകുന്ന വഴിക്കൊക്കെ നല്ല കാഴ്ചയൊക്കെ ഉണ്ട്, നല്ല രസമാണ്, നല്ല സീനറീസാണ്. ഇന്ന് നല്ല വെയിലുണ്ട്, നല്ല സണ്ണി ഡേയാണ്. അപ്പം ടെമ്പറേച്ചർ എനിക്ക് തോന്നുന്നു ഒരു 21 ഡിഗ്രിയാണ്. നാട്ടിലൊക്കെ 21 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തണുപ്പ് കാണും. ബട്ട് ഇവിടെ അങ്ങനെയല്ല, 21 ഡിഗ്രി ആണെങ്കിലും വെയിലിന് നല്ല ചൂടുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് സണ്ണി ഡേ. അവിടെ ഫുൾ ട്രാഫിക് ആണല്ലോ, പോലീസ് വണ്ടിയൊക്കെ ഉണ്ട്. എന്തോ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുൾ ട്രാഫിക്കാണ് ഇവിടെ. സ്റ്റോപ്പാക്കി വെച്ചേക്കും എല്ലാം വണ്ടി. യൂഷ്വലി ഹൈവേയുടെ സ്പീഡ് 70s ഓക്കെ, ബട്ട് ഇപ്പം എല്ലാവരും കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. എനിക്ക് വന്ന മുമ്പിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ബോർഡും ഉണ്ട്, കോഷൻ 40 സ്പീഡിൽ. സാധാ ഭയങ്കര സ്ലോയിൽ വണ്ടിയൊക്കെ പോകുന്നേ ഇപ്പം. വീട് എത്താറായി. ഇനി ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ്സാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ടാണ്, നല്ല തിരക്കാണ്. ട്രാഫിക്കിൽ തന്നെ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് അവിടെ 10 മിനിറ്റ്സ് എടുത്തു. ഇനിയും ഒരു 5 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ വീട്ടിലെത്തും. ജയക്കുട്ടാ, ചേച്ചി ഉറങ്ങുവന്നോ? എമ്മി ഉറങ്ങുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. ചിപ്സ് കഴിച്ചോ? കുഞ്ഞ് ചിപ്സ് കഴിച്ചോ? മാമ്മ എന്തുവാ? മാമ മാമ പാപ്പ മാമ മാമ പാപ്പ പാപ്പ. എമ്മേ ഹലോ, ബാ ഇറങ്ങാം. വീടെത്തിയില്ലേ? ഇറങ്ങുന്നില്ലേ? ഇല്ലേ? ഇറങ്ങുന്നില്ലേ? ഇറങ്ങുന്നുണ്ടോ? ഹായ് ജുവൽ. ഷെയ്ച്ചാനൊക്കെ ഈ വീട് മേടിച്ചിട്ട് ഏകദേശം 1 ഇയർ ആയിട്ടുണ്ട്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചേച്ചിയാണ് ചെയ്തത്. എല്ലാം കാണാൻ നല്ല രസമുണ്ട്, ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവനിങ് ടൈം ആയപ്പം ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് നല്ല റിലാക്സായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ജുവലും ജുവാനയും 2 പേരും കൂടി ബലൂൺസൊക്കെ ബ്ലോ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പം പറഞ്ഞു, ചേച്ചിക്ക് ലാസ്റ്റ് മന്ത് കിട്ടിയ ഗ്രാജുവേഷൻ്റെ ഒരു കുഞ്ഞു പാർട്ടി ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നിയർ ബൈ ഫ്രണ്ട്സും പിന്നെ നിയർ ബൈ റിലേറ്റീവ്സിനൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന്.
മോളുടെ പേരെന്നാ പറഞ്ഞോ? റിച്ചമോളാണോ? റിച്ചമോൾ എന്നോട് കളിക്കുമായിരുന്നോ? കളിച്ചോ? ഇതാരാ? മോന്റെ ബ്രദറാണോ? എന്തോ റിച്ചു അച്ചാച്ചാണോ? മിരിക്കേ വെരി ഗുഡ്. നൈന് ബേബി ആണോ? നൈന് ബേബി ആണോ? വാവച്ചു ആണോ? ചിരിച്ച് ചിരിച്ച്. The beautiful princess Juana. അല്ലേ ജുവാന? യെസ്. ആരാ ഇത് ഒഴുക്കിയ ജുവാന? അമ്മ. ജിബി ചേച്ചി. അപ്പം ചേച്ചി പുതിയ വീട് എടുത്ത് കഴിഞ്ഞിട്ട് കുറേ നാൾ തൊട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ലാസ്റ്റ് പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് പോകേണ്ടി വന്നു. പിന്നെ എനിവേ ഇന്ന് ഞങ്ങൾ ഇവിടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്തു ടൈം. അങ്ങനെ ഇത് ചേച്ചിയുടെ നാത്ത് നീതു, എൻ്റെ ഫ്രണ്ട് റോസി. ഹായ്. എൻ്റെ മോൾ ആരെടുത്തും പോകുന്നില്ല. മോൾക്ക് കളിക്കണോ? എന്താ ബലൂൺ വേണോ? കളിക്കാൻ വിടാത്തതിൻ്റെ ഒരു വിഷമമായിരുന്നു. കളിക്കാൻ പോയിട്ടുണ്ട്. റോസിയുടെ ഹസ്ബൻഡ് നല്ലതായിട്ട് കുക്ക് ചെയ്യും. ഞങ്ങൾ ഒരു പ്രാവശ്യം അവിടെ വന്നപ്പം അടിപൊളിയായിട്ട് കപ്പയും ബീഫും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇത് മോളുടെ പേര് എന്നായിരുന്നു? ജുവൽ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് അവിടെ നടക്കുന്നത് എന്ന് അറിഞ്ഞപ്പം ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി. ആക്ച്വലി ചേച്ചിയുടെ ഗ്രാജുവേഷൻ്റെ പാർട്ടിയൊന്നും അല്ലായിരുന്നു, എനിക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ പാർട്ടിയായിരുന്നു അറേഞ്ച് ചെയ്ത് വെച്ച്. Thank you so much. Love you. Thank you. എന്നാലും അറേഞ്ച് ചെയ്യും. താങ്ക് യു. എനിക്ക് തോന്നുന്ന കുഞ്ഞിലെ എങ്ങാണ്ട് ഞാൻ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നു. താങ്ക് യു. അതാ എന്നോട് കഴിഞ്ഞ ആഴ്ച തൊട്ട് വരാം എന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടിയായിരുന്നു അല്ലേ. എനിവേ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. ലാസ്റ്റ് ഇയർ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കൂടെ കേക്കും
മുറിക്കണമ്പോൾ ചോദിച്ചില്ലായിരുന്നു. ഈ പ്രാവശ്യം അതുകൊണ്ട് സർപ്രൈസായിട്ട് തന്നെ എനിക്ക് വേണ്ടി കേക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അറേഞ്ച് ചെയ്ത് അച്ചാച്ചൻ ഇതിൻ്റെ മെയിൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ഇതിൻ്റെ ജിബി ചേച്ചിയും ഷെയ്ച്ചാനും ഇതിൻ്റെ പുറകിലുള്ളത് എനിക്ക് തോന്നുന്നു കുറേ എഫേർട്ട് എടുത്തു. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് മീ സച്ച് എ ബ്യൂട്ടിഫുൾ മെമ്മറി ഓൺ മൈ ബർത്ത്ഡേ. കഴിക്കാം. ഇത് ഭയങ്കര എനിക്ക് എപ്പോഴും ഒരു മെമ്മറബിൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച്. പിന്നെ ഇവിടെ വന്ന എല്ലാവർക്കും ഐ വാസ് നെവർ എക്സ്പെക്റ്റിംഗ് ദിസ് അറ്റ് ഓൾ. ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കുമെന്ന്. കുഞ്ഞിലൊക്കെ ഇങ്ങനെ ആഘോഷിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. മമ്മിയൊക്കെ മമ്മി പപ്പയൊക്കെ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ വിളിച്ച്. ബട്ട് താങ്ക് യു സോ മച്ച്. അത്രയും പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. അറ്റ് ലാസ്റ്റ് എല്ലാവരും സ്റ്റാർട്ടറിൽ കട്ട്ലേറ്റ്, അപ്പം ആൻഡ് മട്ടൺ സ്റ്റൂവും പിന്നെ മെയിൻ കോഴ്സിൽ ബിരിയാണിയും കഴിച്ച് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഈ ദിവസം എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. സോ അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇവിടെ. അൺഎക്സ്പെക്റ്റഡായിട്ട് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമായി. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.